അർദ്ധസൈനിക സേവനത്തിന് ശേഷം നാട്ടുകാർക്കായി എന്തു ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് മെക്സ് 7ലേക്ക് എത്തിയതെന്ന് സ്ഥാപകൻ സലാഹുദ്ദീൻ. 2012 തുടങ്ങിയ കൂട്ടായ്മയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവരോട് സഹതാപം മാത്രമാണെന്നും സലാഹുദ്ദീൻ പറഞ്ഞു. മതപരമോ വിഭാഗീയമോ ആയ ഒരു ചർച്ചയും മെക്സ് 7ൽ ഉണ്ടായിട്ടില്ലെന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ പറയുന്നു. മലപ്പുറം തുറക്കൽ സ്വദേശിയായ സലാഹുദ്ദീനാണ് മെക്സ് 7 എന്ന വ്യായാമമുറയ്ക്ക് തുടക്കം കുറിക്കുന്നത്. CSF നിന്ന് വിരമിച്ച ശേഷമാണ് വ്യായാമ പരിശീലനത്തിലേക്ക് മാറിയത്. പ്രായമുള്ള ആളുകൾ ആരും അങ്ങോട്ട് എത്തുന്ന 60-70 കൂടുതൽ പ്രായമുള്ള ആളുകൾ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി ആകർഷണീയമായ രീതിയിൽ അവർക്ക് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് സംവിധാനം കൊണ്ടുവന്നാൽ അവർക്ക് കൂടി പ്രയോജനപ്പെടും എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് 2012 ജൂലൈയിൽ ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതാണ് മെക്സ് 7. 2012 തുടങ്ങിയെങ്കിലും സ്വന്തം നാട്ടിൽ മാത്രമായിരുന്നു പ്രവർത്തനം. വ്യായാമത്തിന് ഫലമുണ്ടെന്ന് ആളുകൾ പറഞ്ഞതോടെ 2022 മുതൽ മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങാൻ തീരുമാനിച്ചു. നമുക്ക് ഈ ആരോപണം ഉന്നയിച്ചവരോട് സാധാരണമുള്ള കാര്യം അവരൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ഇവരൊന്നും ഇതേവരെ ഒരു പക്ഷേ ഇതിൽ വന്ന് നോക്കിയിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അവർ 1-2 ദിവസം വന്നിട്ട് മെക്സ് 7 എന്താണെന്ന് തിരിച്ചറിയട്ടെ. കാര്യം ഇതെല്ലാവർക്കും തുറന്ന ബുക്കാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ്മയിൽ ആളുകളുടെ പങ്കാളിത്തമുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. വക്കീല്, ഇടതുപക്ഷ സഹയാത്രികനാണ്. ഒരാൾ UDF ആളുകളുടെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. ഇതിൽ രാഷ്ട്രീയമല്ല. വ്യായാമത്തിനപ്പുറത്തേക്ക് ഒന്നും കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്നില്ലെന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ പറയുന്നു. ഏതെങ്കിലും മതപരമായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ 1 മാസത്തിലധികമായി ഇവിടെ ജിമ്മിൽ വന്നായിരുന്നു. ഇവിടുന്ന് കണ്ടിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തതാണ്. അൽഹംദുലില്ലാഹ്, റാഹത്താണ്, നല്ലതാണ്. വളരെ നല്ലതാണ്. വളരെ നല്ല ആരോഗ്യത്തിന് നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് ഇത് ചെയ്തിട്ട്. ഏതെങ്കിലും ആശയങ്ങൾ പറയുന്നവർ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും കടപ്പെട്ടു. 7 രീതിയിലുള്ള വ്യായാമങ്ങൾ അടങ്ങിയതാണ് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7 എന്ന മെക്സ് 7. 21 മിനിറ്റ് കൊണ്ട് പൂർത്തിയാകുന്ന ഈ വ്യായാമമുറയുടെ ഫലമറിഞ്ഞവരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞവരും ചേർന്ന് കൂടുതൽ യൂണിറ്റുകൾ രൂപീകരിക്കുകയായിരുന്നു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.